വെൽക്കം ടു സ്മാർട്ട് ടോക്ക് വിത്ത് നിഷ. നമ്മളൊരു സ്വയം നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കൂ. നമ്മൾ ഹാപ്പി ആണോ എന്ന് നമ്മൾ ചോദിക്കുക. 3 ഓപ്ഷനും കൊടുക്കുക. അതെ, കുഴപ്പമില്ല, അല്ല, ഇങ്ങനൊരു 3 ഓപ്ഷൻ. നമ്മൾ ഏതിലാണ് ടിക്ക് ഇടുക എന്ന് നമ്മൾ എന്നെ ഒന്ന് നോക്കി നോക്കൂ. നമ്മൾ ടിക്ക് ഇടുന്നത് അതെ എന്നുള്ളതിലാണെങ്കിൽ, നമ്മൾ ഹാപ്പിയാണ് എന്നുള്ളതിലാണെങ്കിൽ നമ്മളെല്ലാവരും കുറേയൊക്കെ സക്സസ്ഫുൾ ആണ് ലൈഫിൽ. നമുക്ക് ജീവിക്കാൻ പഠിച്ചവരാണ് നമ്മളെല്ലാവരും. ഇഷ്യൂസൊന്നും ഇല്ലാത്തത് കൊണ്ടൊന്നും അല്ല. ആ ഇഷ്യൂസൊക്കെ ടാക്കിൾ ചെയ്തിട്ട് നന്നായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ബാക്കി 2 ആളാണെങ്കിലോ കുഴപ്പമില്ല, അതിലിട്ടവരും അതിൽ ടിക്കിട്ടവരും നോ എന്ന് പറഞ്ഞതിൽ ടിക്കിട്ടവർക്കും എന്തായാലും നല്ലൊരു വർക്കുണ്ട്. കാരണം നമ്മളും ഏതിലേക്ക് തന്നെ പോകണം, യെസ്സിലേക്ക് തന്നെ പോകണം. ഇപ്പം എന്നോടാണ് ഞാൻ സ്വയം ഇങ്ങനെ ടിക്കിട്ടപ്പോൾ ഞാൻ കുഴപ്പമില്ല എന്നുള്ളതിലാണ് ഞാൻ ടിക്കിട്ടത്. അപ്പോൾ എനിക്കൊരു ഗോളാണ്, നാളെ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞ് എന്നോട് ഇതേ ചോദ്യം എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് യെസ് പറയാൻ പറ്റണം എന്നുള്ളതാണ് നമ്മളൊരു ഗോളായിട്ട് തന്നെ വെക്കണം. അതിനിപ്പോൾ എന്താ വഴി? നമ്മൾ സന്തോഷിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിന് നമുക്ക് എന്തുകൊണ്ട് അത് സന്തോഷിക്കാൻ പറ്റാത്തത് എന്നിങ്ങനെയൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ടിപ്പ് ഞാൻ പറയാം. എനിക്ക് തോന്നിയത്, നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, എക്സ്പെക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അയാൾ നമ്മളോട് പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് എന്താവും, വിഷമാവും. അപ്പം നമ്മൾ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ ആ വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ ഹാപ്പിയാണോ? അല്ലല്ലോ, ഹാപ്പി അല്ലല്ലോ. ഇപ്പം ഞാൻ റിയൽ ലൈഫിൽ കുറച്ച് എക്സാമ്പിൾസ്, ഞാൻ ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ ഞാനൊന്ന് നോക്കിയതാട്ടോ. ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും ഓഫീസ് കഴിഞ്ഞ് വൈകുന്നേരം വന്നു. ഹസ്ബൻഡ് പറയാണ് നമുക്കിന്ന് സിനിമയ്ക്ക് പോവാം എന്ന് പറയാണ്. കുട്ടികളും ഒക്കെ ഉണ്ട്, കുട്ടികളൊക്കെ റെഡിയാണ് വൈഫിനോട്. അപ്പോൾ വൈഫ് പറയാണ് ഞാനില്ല, എനിക്ക് ഭയങ്കര തലവേദന, ഞാൻ വരുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് ഹസ്ബൻഡ് എക്സ്പെക്റ്റ് ചെയ്തത് വൈഫിൻ്റെ ഭാഗത്തു നിന്ന്? സിനിമയ്ക്ക് പോവാമെന്ന് പറയുമ്പോൾ ശരി നമുക്ക് പോവാം എന്നാണ് എക്സ്പെക്റ്റ് ചെയ്തത്. ആ എക്സ്പെക്റ്റേഷൻ അതിനനുസരിച്ചല്ല ഒരു ആൻസർ അവിടെ വന്നത് വൈഫിൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ അയാൾ എന്തായി, ഗ്ലൂമിയായി. അയാൾ അവിടെ ഞാനൊരു കാര്യം പറഞ്ഞു. അപ്പോൾ അയാളുടെ ലൈഫിൽ അയാളോട് ഇന്നാണ് അയാൾക്ക് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്തതെന്നുണ്ടെങ്കിൽ അയാൾ ഷുവറായിട്ടും അയാൾ എന്ത് പറയും, നോ എന്ന് തന്നെ പറയും, അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയും. ഇനി വൈഫൊന്ന് വയ്യാണ്ട് കിടക്കുകയാണെന്ന് ചോദിച്ചോളൂ, വേറെ അങ്ങനെ എന്ന്. അപ്പോൾ വൈഫ് ഇങ്ങനെ വന്നു ഹസ്ബൻഡിനോട് പറയണം എനിക്ക് വയ്യ, തീരെ വയ്യ, എനിക്ക് കഴുത്ത് വേദനിച്ചിട്ട് വയ്യ, എനിക്ക് തല വേദനിക്കുന്നു, എനിക്ക് എന്താണെന്ന് അറിയണില്ല, എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല, എന്താ. അപ്പോൾ എക്സ്പെക്റ്റ് ചെയ്തത് ഇപ്പോൾ തലവേദനയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വന്ന് തൊട്ട് നോക്കും, ഇതെന്തപ്പോൾ തലവേദന എന്തെങ്കിലും ഉണ്ടായോ, ഇങ്ങനെയൊക്കെ ചോദിക്കുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങേര് എന്ന് പറഞ്ഞു തലവേദനയാണ് ചോദിച്ചു പോയിട്ടുണ്ടാവും. ചിലപ്പോൾ ചോദിച്ചിട്ട് എന്തുണ്ടാവില്ല, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ടാവും. നമ്മൾ തലവേദനയേക്കാൾ കൂടുതൽ നമ്മുടെ തലവേദന ഇരട്ടിയായി. കാരണം നമുക്ക് വിഷമായപ്പോൾ നമ്മുടെ ബോഡി അത് എന്ത് ചെയ്തു, നമുക്ക് ആ ഉള്ള പെയിൻ ഒന്നും കൂടി. പിന്നെ നമ്മൾ ഇതന്നെ ആലോചിക്കുകയാണ്, എന്താ എന്നോട് അങ്ങനെ പറയാഞ്ഞ്, എന്താ എന്നെ ഒന്ന് തൊട്ട് നോക്കാഞ്ഞ്, എന്താ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, വിഷമിച്ചു, ഇതെന്ത് എനിക്ക് മാത്രം ഇങ്ങനെ നമ്മളിരുന്ന്. അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് വരുന്നുണ്ട് എല്ലായിടത്തും. ഇപ്പം നമ്മൾ അച്ഛനമ്മമാർ വിചാരിക്കുകയാണ് കുട്ടി IAS എടുക്കണം, ഡോക്ടർ ആവണം, ഇങ്ങനെ കുറേ എക്സ്പെക്റ്റേഷൻസ്. എന്ത് സ്മാർട്ടാണ് എൻ്റെ മോനും മോളും, അവർ വലുതായി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ എക്സ്പെക്റ്റേഷനാണ്. ആ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചല്ല അവർ വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു, ആ കുട്ടി ടീച്ചറാണോ ചിലപ്പോൾ ആയിട്ടുണ്ടാവുക, അതായിരിക്കും അവരുടെ ഇഷ്ടത്തിലായിരിക്കും ആയിട്ടുണ്ടാവുക. നമ്മൾ പക്ഷേ ഹാപ്പിയല്ല, നമ്മൾ എക്സ്പെക്റ്റേഷൻ അനുസരിച്ച് വന്നില്ല. അപ്പം നമ്മളുടെ ഇതെല്ലാം റിയൽ ലൈഫിൽ നോക്കുമ്പോൾ നല്ലോണം സിറ്റുവേഷൻസ് എനിക്കിങ്ങനെ തോന്നുന്നു. ഇപ്പം മാരേജൊക്കെ കഴിഞ്ഞു, മരുമകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന മരുമകൾ എന്ന് പറയുന്ന ആൾ നമ്മളെങ്ങനെയാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, മരുമകൾക്ക് നമ്മളൊരു എക്സ്പെക്റ്റ് ചെയ്ത് ആ രീതിയിൽ അവർ പ്രവർത്തിക്കും. അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും നമ്മളെയും പെരുമാറുക. ആ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി അല്ലാതായി. അങ്ങനെ റിലേഷൻഷിപ്പിലൊക്കെ, സ്ട്രോങ് റിലേഷൻഷിപ്പിലൊക്കെ നമുക്ക് ഒരു ഹാപ്പിനെസ് വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്നെന്നുമായി, എക്കാലത്തേക്കുമായി അവിടെ എന്നുള്ളതാണ്. നമ്മൾ ഓഫീസിലേക്ക് വന്നോളൂ.
നമ്മൾ വിചാരിച്ചു നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് തീരെ വയ്യ, നമുക്കൊരു ഡോക്ടറെ കാണണം. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നാളെ ലീവ് എടുക്കുന്നില്ല, നാളെ പോയിട്ട് എല്ലാം ചെയ്തു വെച്ചിട്ട് മറ്റന്നാൾ നമ്മൾ ഡോക്ടറോട്, പ്രത്യേകിച്ച് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ അങ്ങനെ എടുത്തു. 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തു, നാളെ പോയിട്ട് ഓഫീസിൽ പോയി പറയാൻ. അപ്പോൾ ഈ പറയുന്നതിന് മുമ്പ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, നമ്മൾ നാളെ പോയി ലീവ് പറയുമ്പോൾ തിരിച്ച് അവിടുന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതാണല്ലേ, കഴുത്ത് വേദനയാണല്ലേ, നല്ലോണം ശ്രദ്ധിച്ചോളൂ, ഡോക്ടറെ പോയി കണ്ടോളൂ, ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ പറയും എംപ്ലോയർ എന്നാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ. അതുകൊണ്ടാണ് നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി പറഞ്ഞു, ലീവിന് അപ്ലൈ ചെയ്തു. നമ്മളോട് എംപ്ലോയർ പറയാണ്, ഇതെന്താണ് ഇങ്ങനെ ലീവ് എടുക്കണത്, അതൊക്കെ വേറൊരു ദിവസം പോയി കണ്ടാൽ പോരെ, ഇതൊക്കെ നമ്മൾ എത്ര വർക്കാണ് കിടക്കുന്നത്, ഇപ്പം ലീവ് എടുക്കുന്നത് ശരിയല്ല എന്ന് നമ്മളോട് പറഞ്ഞു. നമ്മൾ ലീവ് എന്തായാലും എടുക്കും, നമുക്ക് പെട്ടെന്ന് സങ്കടമായി, വിഷമായി, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനനുസരിച്ചല്ല അവിടെ പറഞ്ഞത് എന്നാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്. മറ്റുള്ളവർ എങ്ങനെയാണോ നമ്മളോട് സംസാരിക്കേണ്ടത് അതേ രീതിയിലോ, അവരെങ്ങനെയാണോ നമ്മളോട് പെരുമാറേണ്ടത് അതേ രീതിയിലോ അല്ല നമ്മളോട് പെരുമാറിയെന്നുണ്ടെങ്കിൽ നമുക്ക് സങ്കടം വരും, നമുക്ക് വിഷമമാവും, നമ്മൾ ബുദ്ധിമുട്ടും. അപ്പോൾ ഇത് ടാക്കിൾ ചെയ്യണ്ടേ, നമ്മുടെ ലക്ഷ്യം എന്താ, നമുക്ക് അത്യാവശ്യം സന്തോഷമൊക്കെ നമുക്ക് ഉണ്ടാവണം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് യെസ്സിൽ തന്നെ ആയിരിക്കണം നമ്മുടെ കൂടുതൽ സമയവും നമ്മുടെ ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ശരി നോന്ന് കൊടുക്കാം, കുഴപ്പമില്ല എന്നൊക്കെ കൊടുക്കാം, പക്ഷെ കൂടുതൽ സമയവും നമ്മൾ എന്ത് ചെയ്യണം, യെസ്സിലേക്ക് വരണമെങ്കിൽ എന്താ ഒരു വഴി, ഒരു വഴി എനിക്ക് തോന്നുന്നത്, ഇപ്പം നേരത്തെ പറഞ്ഞു, എക്സ്പെക്റ്റേഷൻസ് കുറയ്ക്കാം. നമുക്ക് മറ്റുള്ളവരോട് നമ്മളോട് ഇങ്ങനെ പെരുമാറും, അങ്ങനെ പറയും എന്നുള്ള എക്സ്പെക്റ്റേഷൻ കുറയ്ക്കാം. എന്ന് വെച്ചിട്ട് എക്സ്പെക്റ്റേഷൻ കുറയ്ക്കാം. ഓഫീസിൻ്റെ കാര്യത്തിൽ ഓക്കെ, എക്സ്പെക്റ്റേഷൻ കുറയ്ക്കാം. നമുക്ക് ലീവിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് ലീവ് തരില്ല, സന്തോഷത്തോടെ ലീവ് തരില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനോട് കൂടി തന്നെ നമുക്ക് ലീവ് ആപ്ലിക്കേഷൻ വെക്കാം. നാച്ചുറലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ അവരിങ്ങോട്ട് പറഞ്ഞു, നമ്മൾ എന്നിട്ടും 2 ദിവസം കഴിഞ്ഞു നമ്മൾ ഡോക്ടറെ കണ്ടു, നമുക്ക് അവിടെ ഇഷ്യൂ ഇല്ലല്ലോ. അപ്പോൾ ചില സ്ഥലത്ത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ഫ്രണ്ട് ഇങ്ങനെ ചെയ്യും, നമ്മുടെ ഫ്രണ്ട് അങ്ങനെ ചെയ്യും, ഇതൊക്കെ നമുക്ക് കുറയ്ക്കാം, നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഒന്ന് ഔചിത്യബോധത്തോടു കൂടി കുറയ്ക്കാം. മനസ്സിലായല്ലോ? ഇനി റിലേഷൻഷിപ്പിലോ, സ്ട്രോങ് റിലേഷൻഷിപ്പിലോ, ഞാൻ വയ്യാണ്ട് കിടക്കുന്നു, അല്ലെങ്കിൽ വയ്യാണ്ട് കിടക്കുന്ന സമയത്ത് ഹസ്ബൻഡ് വന്നിട്ട് ഒന്ന് തൊട്ട് നോക്കണം, നെറ്റിയിലൊന്ന് തൊട്ട് നോക്കണം എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ആ എക്സ്പെക്റ്റേഷൻ കുറയ്ക്കാൻ പറ്റുമോ? കുറയ്ക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ തുറന്ന് പറയണം, അവിടെയാണ് പോയിന്റ്. സ്ട്രോങ് റിലേഷൻഷിപ്പാണ് നമുക്ക് നന്നായി സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും അമ്മ, അച്ഛൻ, മരുമകൻ, ഇങ്ങനെ പേരക്കുട്ടികൾ, ഹസ്ബൻഡ്, വൈഫ്, ഇങ്ങനെയൊക്കെയുള്ള റിലേഷൻസ്, ബ്രദർ, സിസ്റ്റർ ഇൻ ലോ, ബ്രദർ ഇൻ ലോ, ഇങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്സ് എന്തിനാ കൊണ്ടു നടക്കണം? നമ്മുടെ സ്നേഹമുള്ളവരാണല്ലേ. അപ്പം നമുക്ക് അവരോട് തുറന്ന് അങ്ങോട്ട് പറഞ്ഞു, എനിക്കത് വിഷമായി, അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വിഷമായി, ഇനി ഞാൻ ചെയ്യരുത്, ഇങ്ങനെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവും. ചിലപ്പോൾ അവരിതൊന്നും കണക്കാക്കിയിട്ട് പോലും ഉണ്ടാവില്ല, നമ്മളോട് ഒരു സ്നേഹക്കുറവും അവർക്കുണ്ടാവില്ല. അവർ വിചാരിച്ചിട്ടുണ്ടാവും കിടന്നുറങ്ങിക്കോട്ടെ, ഇനിയിപ്പോൾ പോയി ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാവും അവരിയ്ക്കുന്നത്. നമുക്കിങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടെന്നുള്ളത് അവർക്കറിയില്ല. തുറന്ന് പറഞ്ഞാൽ മതിയാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമ്മൾ മൂടി വെച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായി, അവരതിനനുസരിച്ച് ഇനി പെരുമാറാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ അപ്പം കുറയ്ക്കാം. ഓക്കെ. ഇനി ഇപ്പുറത്തെ ഭാഗത്തുനിന്ന് നമ്മളൊന്ന് എംപത്തൈസ് ചെയ്യുന്നതും നല്ലതാണ്. വേറൊരു കാര്യം, എന്നെ ഒന്ന് സിനിമയ്ക്ക് വിളിക്കുകയാണ്, ഞാനും ഓഫീസ് വിട്ട് വന്നിരിക്കണു, ഹസ്ബൻഡും ഓഫീസ് വിട്ട് വന്നിരിക്കണു, വലിയ കുഴപ്പമൊന്നും എനിക്കില്ല. ഹസ്ബൻഡ് ഒരു സിനിമയ്ക്ക് വിളിച്ചാൽ എന്തുകൊണ്ട് നമുക്കൊന്ന് സിനിമയ്ക്ക് പോയിക്കൂടാ? നമുക്കൊരു വേദനയില്ല, ഒരു വയ്യായില്ല, പുറത്തുനിന്ന് കഴിക്കാൻ എല്ലാം പറഞ്ഞു, എല്ലാം ഇവിടെ റെഡിയാണ്. നമ്മുടെ ഒരു സന്തോഷത്തിന്, ഒരാളുടെ സന്തോഷം, നമ്മുടെ വളരെ ക്ലോസ് നിൽക്കുന്ന ഒരാളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്കൊന്നും ഇഷ്ടമില്ലെങ്കിലും നമുക്കൊരു സിനിമയ്ക്ക് പോയേക്കാന്ന്. എന്താ ഇപ്പം ഇത്ര ബുദ്ധിമുട്ടുള്ളത്? നമ്മുടെ കുട്ടികൾക്കും സന്തോഷമാണ്, എന്താ ഒരു ബുദ്ധിമുട്ടുള്ളത്? നമ്മളൊന്ന് പോയേക്കുക. അതിനെയാണ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയാം. നമ്മൾ കാരണം കൊണ്ട് കുറച്ച് പേർക്ക് സന്തോഷമായി, നമുക്കും ഗുണം. വേണമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം, ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാട്ടോ വരണമെന്ന് ഒന്ന് തട്ടി വിട്ടേക്കാം, അവർക്കൊരു സന്തോഷമായിക്കോട്ടെ, നമ്മൾക്കൊരു ഇതായിക്കോട്ടെ. നമ്മൾ എന്ത് ചെയ്യണം? മറക്കരുത്, സന്തോഷിക്കാൻ നമ്മൾ മറക്കരുത്. നമ്മൾ എന്നും ഇങ്ങനെ ഈ കുഴപ്പമില്ല, സന്തോഷമില്ല എന്ന് പറഞ്ഞിരുന്ന് നമ്മൾ സ്വയം കേഴ്സ് ചെയ്ത് നമുക്ക് വല്ലാത്ത അസുഖങ്ങളൊക്കെ വന്നു പെട്ട് പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് ഓരോ മൊമെൻറ്റും പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളത് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ സന്തോഷിക്കുക.
നമുക്ക് പറ്റും തന്നെയാണ് തോന്നുന്നത്. എത്രയും വേഗം നമുക്ക് കൂടുതൽ യെസ് 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 എന്നുള്ളതിൽ നമുക്ക് ടിക്ക് വീഴട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. അതേപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യും വേണം. ബൈ.